എല്ലാവർക്കും ജയ ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സാമ്പാർ, നമ്മൾ സദ്യ സാമ്പാറുണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ, മുരിങ്ങക്കായ. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി എന്നുള്ള സവാളയാണ്, പക്ഷേ അത് കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് വരുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക, തക്കാളിയും ഉണ്ട്. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ മതി, അല്ലെങ്കിൽ ഒരു കഷ്ണമായിട്ട് നമുക്ക് സാമ്പാർ തയ്യാറാക്കാം, നല്ല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കഷ്ണങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്ക സാധാരണ ഏത് കഷ്ണം വെച്ചും നമുക്ക് ഉണ്ടാക്കാം. ഇനി വേണം ഇത്തിരി കുറച്ച് തേങ്ങ, 2 സ്പൂൺ തേങ്ങ വേണം. കറിവേപ്പില, നമ്മൾ ഒരു നാരങ്ങ ഭാഗത്തു നിന്ന് ചെറിയ പുളി മതി കേട്ടോ, കുറച്ച് പുളി. അതുപോലെ മഞ്ഞൾപ്പൊടി, തൂരപ്പരിപ്പ്, മല്ലി, 2 ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു സ്പൂൺ അരിയുണ്ട്. പിന്നെ നമ്മൾ പൊട്ടുകടല, നമുക്ക് ഒരു 1/2 സ്പൂൺ ഉഴുന്ന്, ജീരകം, ഉലുവ, ഉപ്പ്, കായം, പിന്നെ വെള്ളം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നൊന്നും നോക്കാം. നമുക്ക് നല്ലൊരു സാമ്പാറെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് അരി വറുത്ത് മാറ്റുവാന്നേ. അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്തിലേക്ക് ആക്കോട്ടെ, എല്ലാം ഇതുപോലെ വറുത്തെടുക്കണം. ഓരോന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വേവിക്കാനായി വയ്ക്കുന്നില്ല, എല്ലാം വറുത്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനിത് വറുത്തെടുക്കുവാണ്. നെക്സ്റ്റ് നമുക്ക് മല്ലിയും 2 മുളകും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം. ഉഴുന്ന്, കറിവേപ്പിലയും കൂടെ നമുക്കതിലിട്ട് കൊടുക്കാം. മൊത്തം എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ ഈ പുളി കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടാണ്, പുഴിഞ്ഞിട്ടല്ല ചേർക്കുന്നത്, പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ 1 കപ്പ് പൊടി ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തണുത്തിട്ട് വരുന്നേരം നമുക്ക് വെജിറ്റബിൾ അടുപ്പിൽ വയ്ക്കാം. വയ്ക്കാം, കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ള ഈ ബൗളിന് 1 ബൗൾ പച്ചക്കറിയാണ്. ആ പച്ചക്കറി നമ്മൾ ഇതിലൊക്കെ ഇട്ട് കൊടുക്കണം. ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ 1.5 സ്പൂൺ ഉപ്പ് കൂടി ഞാൻ അതിലിടുകയാണ്. സ്പൂൺ ഉപ്പ് ഇട്ടെടുക്കാം, നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ. ഇതിനും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പുളിയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, പുളിയെല്ലാം ഞാൻ പൊടിയിൽ പൊടിച്ചാണ് ചേർക്കുന്നത്. മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തന്നെ 1 വിസിൽ വരണം കേട്ടോ. അപ്പോൾ അത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിന് 1 കപ്പ് പൊടി ഏകദേശം മതിയാവും. അതുകൊണ്ട് ഞാനിത് അത്രയും പൊടിച്ചെടുത്തിട്ട് മണിക്കിൽ ഇതിന് 1 കപ്പ് പൊടി ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. മൊത്തത്തിൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വേണം. ഒരു 1/2 സ്പൂൺ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി നമ്മൾ ഇടുകയാണ്.
നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വരാം. വേറൊരു മിക്സിയിലേക്ക് നമ്മളെ പൊടി ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും നമുക്ക് മസാലയ്ക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിന് 1 കപ്പ് പൊടി ഏകദേശം നമുക്ക് മതിയാവും. 2 സ്പൂണ്, 3 സ്പൂണ്. അപ്പം ഇതിലേക്ക് ചേർക്കണം. നമുക്ക് തേങ്ങ അരക്കേണ്ടതുണ്ട്. തേങ്ങ കൂടി ഞാൻ ഇതിൽ അരക്കുകയാണ് മിക്സിയിൽ. അപ്പോൾ തേങ്ങ അരച്ച സാമ്പാറാണ് കേട്ടോ. നമ്മൾ അരച്ചെടുത്തിട്ട് വരാം. തുറക്കാൻ പോവുകയാണ്. ഏകദേശം വെന്തിരിക്കുവാണ്. നമുക്ക് ലാസ്റ്റാണ് നമ്മൾ വെണ്ടയ്ക്ക വെന്ത് പോകാതിരിക്കാനായിട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കായം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കായം കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ചുള്ള 1 നുള്ളു കായം മതി. കൂടിപ്പോയാൽ കയ്ക്ക് രസം കാണത്തില്ല. ഇപ്പോൾ കൊച്ചുള്ളി കൊണ്ടൊക്കെ നല്ലോണം കുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് വയ്ക്കാൻ. എപ്പോഴും നമ്മൾ വെള്ളരിക്കയും കുമ്പളങ്ങയും ഈ സാമ്പാറിന് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതൊന്ന് ഈ വെണ്ടയ്ക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് നേരത്തെ ഇതിന് ഓൾറെഡി വെന്ത് കുഴഞ്ഞു പോവും. നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് കടുക് വറുത്തിടേണ്ടതുണ്ട്. കടുക് വറുത്ത് ഒഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയാണ്. സെർവ് ചെയ്തിട്ട് കാണിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇതുപോലെ പൊടിച്ച് വെച്ചിരുന്നാൽ വേഗം തന്നെ നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്